എന്ത് പറ്റി? നമ്മുടെ ചക്കരക്കുട്ടിക്ക് മുഖത്തൊരു വിഷമം. അമ്മ, ഞാൻ അച്ഛനോടൊരു ഡൗട്ട് ചോദിച്ചപ്പോ അച്ഛൻ പറയണ സമയമില്ലെന്ന്. എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. ചോദിക്കട്ടെ അമ്മ, ഈ ആഫ്രിക്ക ആണോ വലുത് അന്റാർട്ടിക്ക ആണോ വലുത്? ആഫ്രിക്ക ആണോ വലുത് അന്റാർട്ടിക്ക ആണോ വലുത്? മോളെ, നമ്മളിപ്പോ താമസിക്കുന്ന എവിടെയാണ്? ഇന്ത്യയിലല്ലേ? ഭാരത മാതാ കീ ജയ് എന്നായിരിക്കണം എപ്പോഴും പറയേണ്ടത്. ആദ്യം നമ്മൾ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് നമ്മൾ പുറം ലോകത്തേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നോക്കരുത് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഈ അമ്മയടുത്ത് ചോദിക്കുന്നത് എന്റെ അടുത്ത് തന്നെ പറയണം. ആഫ്രിക്കയാണോ അന്റാർട്ടിക്കയാണോ? അമ്മ തിരക്കിലാണോ? ഏയ്, ഞാനേ ഈ മാസത്തെ അപ്പോയിന്റ്മെന്റുകളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. അല്ല, നീ പ്രതീക്ഷ കൊണ്ട് ഈ അതിരാവിലെ എങ്ങോട്ടാ ഇറങ്ങിപ്പോയേ? നമ്മളെ ഇവിടെ കോവളത്തില്ലേ, അവിടെ റിസോർട്ടില് ഒരു സായിപ്പിന്റെ. ഓ, എനിക്കാണെ ഈ കടു തുറക്കണമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞൂടല്ല. അതുകൊണ്ട് ഞാൻ രാവിലെ പ്രതീക്ഷ ഞങ്ങൾ പൊക്കി കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്യാന്, വെടിക്കെട്ട് പോലെയാണ് പ്രതീക്ഷ ഇംഗ്ലീഷ് സംസാരിച്ച് സെറ്റ് ആക്കിയത്. 1000 ബോട്ടിന്റെ കച്ചവടം കിട്ടിയമ്മ. അവർക്ക് ഇനിയും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയും തരാന്ന് പറഞ്ഞു. പിന്നെ അമ്മ, പ്രതീക്ഷയുടെ ഭയങ്കര സംഭവമാണ് കേട്ടാ. എന്തൊരു കഴിവുള്ള മനുഷ്യന്. അവനാള് മിടുക്കനാ. അവന് ഏതോ ഒരു സമയദോഷമുണ്ട്. അതിന്റെ ഇപ്പൊ ഈ കാണുന്ന കുഴപ്പങ്ങളും തടസ്സങ്ങളും എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ അമ്മ? എല്ലാം ശരിയാവും. അമ്മ, ഞാൻ അമ്മയ്ക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. അയ്യോ, ഇതെന്തോ അച്ചാറ്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറ. എന്തത് മാങ്ങേ? അല്ല, എങ്ങനെയുണ്ട്? നല്ല അച്ചാറ്. എന്തോന്ന്? അമ്പഴങ്ങ അച്ചാറ്. അമ്പഴങ്ങ? അല്ല, ഒന്നാന്തര അച്ചാർ. കൊള്ളാല്ലേ അമ്മ? ഇഷ്ടപ്പെട്ടു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടമ്മ? ബെസ്റ്റ് അച്ചാർ. എല്ലാരും ഭയങ്കര അഭിപ്രായമായിരുന്നു. സത്യം. കൊച്ചമ്മ വെള്ളം. ഇതെന്താന്ന്? അച്ചാറ്, പുതിയ അച്ചാറ്. അയ്യോ, നോക്കടാ, വേറൊന്നും വേണ്ട, തൈരും അതും മതി. ഇതെന്തെന്ന് അച്ചാറ്? ഇതൊന്നും കടയിൽ കൊണ്ടുപോകല്ലേ? എന്ത് കച്ചവടം പൂട്ടിപ്പോ? എന്താന്ന് ചുമ്മാ പോളെ, എന്തോടാ നിനക്ക് അച്ചാറിന് എന്തോ കുഴപ്പം? ഇതാണ് അച്ചാറ്. എന്തോ അച്ചാറാന്ന വിചാരം? ഇത് എന്തോന്ന് അച്ചാറായിരുന്നാലും എനിക്കത് തൊട്ട് നോക്കി അറിയാലോ. എന്ത് അച്ചാറായിരുന്നാലും ശരി, ഇത് കടയിൽ കൊണ്ട് കച്ചവടം നടത്തണ്ട, കച്ചവടം പൂട്ടും. അമ്മ പറഞ്ഞല്ലോ കൊള്ളാന്ന്. അമ്മ മാത്രല്ല, എല്ലാരും പറഞ്ഞു കൊള്ളാന്ന്. വായിക്ക് രുചി കാണൂല. വായിക്ക് രുചി കാണൂല. അവരത് ബെസ്റ്റ്. ഇവൻ ഇത് വല്ലോ അറിയാവോ? അതേനമ്മ, ഒരു രസം പോലെ നേരത്തെ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അച്ചാറിനെ കുറിച്ച് പറയുന്നത്. എടാ, നല്ല ഒന്നാന്തര അമ്പഴങ്ങ അച്ചാറ്. ഒരു ശകലം തൈരും ചോറും ഇത് മതിയല്ലേ, വേറെ എന്തിനു നിന്റെ കൂട്ടാൻ? ആൾക്കാർക്കൊന്നും കൊണ്ട് കൊടുക്കല്ലേ പൊന്നാപ്പി. സംഭവം പിന്നെ വേറെ അച്ചാറ് വീണ്ടും വന്ന് ആൾക്കാർ വാങ്ങിക്കുന്നു വിചാരിക്കേ വേണ്ട. സ്വപ്നത്തിൽ പോയി ഇവന് എന്തൊരു കുഴപ്പമുള്ള എന്തൊരു വട്ടമ്മ മാറുമുട്ടു. അയ്യോ, എന്താടാ ഒരു നല്ല സാധനം കൊണ്ടുവന്ന് അതൊന്നും രുചിച്ചു നോക്കാൻ തന്നു. ഒരു നല്ല വർത്തമാനം പറയാൻ അറിഞ്ഞൂടെ? അല്ല കൊച്ചമ്മ, ഞാൻ ഇവിടെ എന്തെങ്കിലും നല്ല സാധനം ഉണ്ടാക്കി വന്നാൽ ഈ വീട്ടിലുള്ള ആരെങ്കിലും നല്ലൊരു അഭിപ്രായം പറഞ്ഞ് കേട്ടിട്ടുണ്ടാ? അല്ല, അതിപ്പോ നീ നന്നായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നാ പറയും. ചുമ്മാ കള്ളം പറയാൻ പറ്റുമോ? കൊച്ചമ്മ, എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. ഇനി കൊച്ചമ്മ എന്നെ കളിയാക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അത് തന്നെ ഇവിടുന്ന് ഇവിടുന്ന് പോകുമെന്ന് അല്ലേ? അയ്യോ, അതാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയിട്ട് ആരും അങ്ങനെ സൂചിക്കണ്ട. ഞാൻ പോകുന്നില്ല. അത് കൊള്ളാം. പറഞ്ഞു വിടാ. ഞാൻ ഇവിടുന്ന് 2 പ്രാവശ്യം പറഞ്ഞ് കൊതിപ്പിച്ചു. ഒന്നാമത്തെ അച്ചാറ് കൊട്ടി ഇതാണ് അച്ചാറ്. ഈ ആരടാ ഇതല്ല സഹിക്കാനായിട്ട് ഞാനൊരുത്തി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.